കാണാം ആനക്കലിയുടെ ഇരകൾ. കാടുകയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ നാട്ടിൽ നാശം വിതയ്ക്കുന്നു. രാത്രി പകൽ വ്യത്യാസമില്ലാതെ പടയപ്പ ജനവാസ മേഖലയിൽ തുടരുന്നതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് തോട്ടം തൊഴിലാളികൾക്ക്. നാട്ടുകാരുടെ ഏറെ പ്രിയപ്പെട്ട ആനയായിരുന്നു പടയപ്പയെങ്കിലും നിലവിൽ കാട്ടാന വാഹനങ്ങൾ ആക്രമിക്കുകയും കടകൾ തകർക്കുകയും ചെയ്ത് നാശം വിതയ്ക്കാൻ തുടങ്ങിയതോടെ പടയപ്പ നാട്ടുകാരുടെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പടയപ്പ എന്ന് നാട്ടുകാർ പേരിട്ട് വിളിക്കുന്ന കാട്ടാന മൂന്നാറിൽ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. ഇതിനോടകം നിരവധി വാഹനങ്ങൾ തകർക്കുകയും ഏക്കർ കണക്കിന് കൃഷിയും നശിപ്പിച്ചു. കാട്ടാന ആക്രമണം രൂക്ഷമായി തുടങ്ങിയതോടെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനം വകുപ്പ് പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചെങ്കിലും മൂന്നാർ മേഖലയിൽ മറ്റു കാട്ടാന ആക്രമണങ്ങളും തുടർക്കഥയായതോടെ പടയപ്പയെ മാത്രം നിരീക്ഷിക്കാൻ ഇവർക്കും സമയമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ പടയപ്പയെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്തുകയും ജനവാസ മേഖലയിലേക്ക് തിരികെ എത്താത്ത വിധം പ്രതിരോധം തീർക്കണമെന്നതുമാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസവും പടയപ്പ ജനവാസ മേഖലയിലെത്തി. മുമ്പ് മൂന്നാർ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഇപ്പോൾ മറയൂർ മേഖലയ്ക്കടുത്താണുള്ളത്. മറയൂരിന് സമീപം തലയാർ എസ്റ്റേറ്റിലെ കടുകുമുടി ഡിവിഷനിലാണ് കാട്ടാന എത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് മാട്ടുപ്പെട്ടി മേഖലയിലെ റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ മറയൂരിലേക്ക് കാട്ടാന എത്തിയിട്ടുള്ളത്. ഇതാ തോട്ടം മേഖലയിൽ ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. മഴക്കാലമെത്തി വനത്തിനുള്ളിൽ തീറ്റയുടെയും വെള്ളത്തിന്റെയും ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടാന കാട് കയറാൻ തയ്യാറാകാത്തത് വനം വകുപ്പിനും തലവേദനയായി മാറിയിരിക്കുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ.